ഈ ഉപമകൾ കർത്താവിൻ്റെ ടീച്ചിങ്ങിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യമാണ് കർത്താവിൻ്റെ ഉപമകൾ. കർത്താവിൻ്റെ ഉപമകളാണ് ശരിക്കും കർത്താവിൻ്റെ ടീച്ചിങ്ങിനെ യുണീക്കാക്കുന്നത്. മാത്രമല്ല, കർത്താവിൻ്റെ ഉപമകൾ എന്ന് പറയുന്നത് അത് കാലാതീതമാണ്. കാലാതീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ബൗണ്ടഡല്ല. കാരണം അന്നത്തെ കാലത്ത് അന്നത്തെ സാഹചര്യത്തിൽ കുറച്ചു പേർക്ക് മാത്രം മനസ്സിലാകുന്ന ഉപമകളല്ല, എല്ലാ കാലത്തും എല്ലാവർക്കും മനസ്സിലാകുന്ന വളരെ ഡീപ്പായിട്ടുള്ള ടീച്ചിങ് അടങ്ങിയിട്ടുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ ഉപമകൾ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഉപമകൾ ഇന്നും പറയുമ്പോൾ ആൾക്കാർക്ക് അത് വ്യക്തമായിട്ട് പല കാര്യങ്ങളും അവർക്ക് റെലവൻ്റ് ആയി തീരും. നമ്മൾ ഈ പാരബിൾസ് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. പാരബിൾസ് എന്ന് പറയുന്നത് ഒരു പ്രസംഗമല്ല. കർത്താവ് ഒരു പ്രസംഗ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഉപമകൾ ആൾക്കാർക്ക് പ്രസംഗിക്കുകയല്ല, അതൊരു ഉപദേശം പഠിപ്പിക്കുകയുമല്ല, മറിച്ചൊരു കഥ പറയുകയുമല്ല. പക്ഷേ കർത്താവിൻ്റെ ഉപമകൾ കർത്താവിൻ്റെ ഉപദേശങ്ങളുടെയും പ്രസംഗത്തിൻ്റെയും അല്ലാത്ത കോൺവെർസേഷൻ്റെയും ഇടയിൽ കൂടി കർത്താവ് പറയുന്ന കാര്യമാണ് ഈ ഉപമകൾ എന്ന് പറയുന്നത്. ഈ ഉപമകളെ പറ്റി, കർത്താവിൻ്റെ ഉപമകളെ പറ്റി ചില വ്യക്തികൾ അല്ലെങ്കിൽ പൊതുവെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റോറി വിത്ത് എ സ്റ്റിങ് ഇൻ ദ എൻഡ്, ഇൻ ദ ടെയിൽ എന്നാണ് പറഞ്ഞത്. സ്റ്റോറി വിത്ത് എ സ്റ്റിങ് ഇൻ ദ ടെയിൽ. ഈ സ്റ്റിങ് ഇൻ ദ ടെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, തേനീച്ചയുടെ വാലിലാണ് ഇത് കുത്തുമ്പോഴുള്ള അതിൻ്റെ ആ ഒരു എഫക്റ്റ് വരുന്നത്. ഈ പറഞ്ഞ പോലെ കർത്താവ് ഈ ഉപമകൾ പറയുന്നത് ചിലർക്കിട്ട് ഒരു കുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുത്തുകളൊക്കെ ഉള്ള ഉപമകളാണ് കർത്താവ് പറയുന്നത്. കർത്താവ് ഉപമകൾ പറയുന്നത് എയ്തർ തന്നെയോ തൻ്റെ കൂടെയുള്ള ചില ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യാനോ ഇല്ലെങ്കിൽ ചില ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനോ ആയിട്ടാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മൾ ആ ഉപമകൾ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. എന്നാലും ഈ ഉപമകൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ ഉപമകളുടെ ഉള്ളിൽ നിന്ന് ശരിക്കും ആ കണ്ടന്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ല. കർത്താവിന്റെ ഉദ്ദേശം ഇതായതുകൊണ്ട് ആ ഉപമകൾ ആരുടെക്ക് എപ്പോൾ എന്തിനു പറഞ്ഞു എന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ ആ ഉപമകളുടെ കണ്ടന്റ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും പല ഉപമകളും ആൾക്കാർ തെറ്റിച്ച് മനസ്സിലാക്കും. അതിന്റെ കണ്ടന്റ് അതിന്റെ ആ ഉപമയ്ക്ക് അകത്ത് നിന്ന് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഉപമയുടെ ശരിക്കുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കർത്താവിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകത്തില്ല. അതേപോലത്തെ ഒരു ഉപമകളാണ് കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ തുടർച്ചയായിട്ട് പറയുന്നത്. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതാണെങ്കിൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കാം. ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാതെ നമ്മൾ ഡയറക്റ്റ് ഉപമയിലേക്ക് പോയി കഴിഞ്ഞാൽ കർത്താവ് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന പ്രിയപ്പെട്ടത്. ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ഗ്രൂപ്പ് ആൾക്കാർ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഉപമയിൽ കാണാൻ കഴിയും. ആരാണെന്ന് അറിയാമോ? 4 ഗ്രൂപ്പ് ആൾക്കാർ: ചുങ്കക്കാര്, പാപികള്, പരീശന്മാര്, ശാസ്ത്രജ്ഞർ. എന്നിട്ട് 4 ഗ്രൂപ്പുണ്ട്. ആ 4 ഗ്രൂപ്പിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു കൂട്ടർ ഔട്ട്കാസ്റ്റർ ആയിട്ടുള്ള ഒരു കൂട്ടർ, മറ്റേ കൂട്ടർ സമൂഹത്തിൽ മാന്യരായിട്ടുള്ള ഒരു കൂട്ടർ. ആദ്യത്തെ കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുങ്കക്കാരും പാപികളുമാണ്. ഈ ചുങ്കക്കാരും പാപികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്കാസ്റ്റ് ആണെങ്കിൽ ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്. ചുങ്കക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു രാജ്യദ്രോഹികളായിട്ടാണ് ആൾക്കാർ കാണുന്നത്. കാരണം ഈ റോമൻ ഭരണത്തിന്റെ കീഴിലാണ് ഇസ്രായേൽ എന്ന്. എന്നാലും ഇസ്രായേലിൽ തന്നെയുള്ള യഹൂദന്മാരെ റോമക്കാർക്ക് വേണ്ടിയിട്ട് നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന റോമൻ റെപ്രസെന്റേറ്റീവ്സ് ആണ് ഈ ചുങ്കക്കാരെന്ന് പറയുന്നത്. എന്നാൽ അവർ ശരിക്കും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒക്യുപ്പൈഡ് കൺട്രിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ചീറ്റേഴ്സ് ആണ്. അവർ ശരിക്കും ഒരു രാജ്യദ്രോഹികളെ പോലാണ് ഇവർ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ചുങ്കക്കാർ ഇവർക്ക് ഇത്രയ്ക്ക് ദേഷ്യം. ചുങ്കക്കാർ പലപ്പോഴും പണക്കാരാവുന്നത് ഇവരുടെ ചുങ്കം കൊണ്ടും കൈക്കൂലി കൊണ്ടും റോമൻ ഗവൺമെന്റ് ഇവർക്ക് കൊടുക്കുന്ന പൈസ കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് ഇവരെ വെറുപ്പാണ്. പാപികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു തരത്തിലുള്ള വിശുദ്ധിയും പാലിക്കാത്ത, ദൈവവും വേണ്ട, ദേവനും വേണ്ട, യാതൊരു ലോയും വേണ്ട, മോശയുടെ നിയമങ്ങളോ ഇതൊന്നും അനുസരിക്കാതെ ഇഷ്ടം പോലെ ജീവിക്കുന്ന കുറെ ആൾക്കാർ. അതായത് ഇങ്ങനെ 2 ഗ്രൂപ്പാണ്. ഇവരെ എപ്പോഴും സമൂഹത്തിലെ മാന്യരായിട്ടുള്ള ആൾക്കാർക്ക് വെറുപ്പാണ്. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം യേശുക്രിസ്തു ഇവരുമായിട്ടാണ് എപ്പോഴും കമ്പനി എന്നുള്ളതാണ്. ഇതാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. യേശുക്രിസ്തു ഇവരുമായിട്ടുള്ള കമ്പനി, യേശുക്രിസ്തുവിന്റെ സുഹൃത്തുക്കളാണ്, യേശുക്രിസ്തുവിന്റെ സ്നേഹിതന്മാർ ഈ ചുങ്കക്കാരും പാപികളും. നേരം ഓട്ടോമാറ്റിക്കലി യേശുക്രിസ്തു ചിലരുടെ സ്നേഹിതരാകുമ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് കർത്താവ് ശത്രുതയിലേക്ക് ആയിത്തീരുകയാണ്. അന്നേരം യേശുക്രിസ്തുവിന് സ്നേഹിതന്മാരുമുണ്ട്, ശത്രുക്കളുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് കർത്താവ് ചെയ്യുന്ന ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോമാറ്റിക്കലി ചില ശത്രുതയിലായിട്ട് വരുന്നതാണ്. പിന്നെ കർത്താവിന്റെ ആറ്റിറ്റ്യൂഡും ടീച്ചിങ്ങുകളും എപ്പോഴും
ചിലരെ സുഹൃത്തുക്കളും ചിലരെ ശത്രുക്കളും ആക്കിക്കൊണ്ടിരുന്നത്. എപ്പോഴും അത് ന്യൂട്രൽ ആയിരുന്നില്ല. അല്ലെ, കർത്താവ് ശരിക്കും കർത്താവിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ചിലരെ സുഹൃത്തുക്കളുമാക്കും ചിലരെ ശത്രുക്കളുമാക്കും. അല്ലാതെ എല്ലാവരുടെയും സുഹൃത്തുക്കളായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. ഒരു പഴഞ്ചൊല്ലിങ്ങനുണ്ട്, എ ഫ്രണ്ട് ഓഫ് ഓൾ ഈസ് എ ഫ്രണ്ട് ഓഫ് നൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും സുഹൃത്തുക്കളാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ആരുടെത്തും ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദം ഇല്ല എന്നുള്ളതാണ് അർത്ഥം. എന്നിട്ട് കർത്താവിന്റെ ആത്മാർത്ഥമായിട്ടുള്ള ചില സുഹൃത്തുക്കൾ കർത്താവ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് ചില ആൾക്കാരെ ഓട്ടോമാറ്റിക്കലി ശത്രുക്കളാക്കി വെച്ചു. എന്നാലും ചുങ്കക്കാരും പാപികളും എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് യേശുക്രിസ്തുവിന്റെ സ്നേഹിതരുടെ കൂട്ടത്തിലുള്ളവരാണ്. യേശുക്രിസ്തുവിന്റെ സ്നേഹിതന്മാരാണ്. യേശുക്രിസ്തുവിന്റെ കമ്പനി അവരുമായിട്ടാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രിമാരും പരീശന്മാരുമാണ്. ഇവർ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ശാസ്ത്രിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോ എഴുതുക എന്ന് പറഞ്ഞാൽ 10 കൽപ്പനയല്ല, 10 കൽപ്പനകൾ വിശദീകരിക്കുന്ന ഉപകൽപ്പനകൾ എഴുതുകയും സ്ക്രൈബ്സ് അത് വിശദീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് സ്ക്രൈബ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ പണ്ഡിതന്മാരാണ്. ദൈവവചനത്തിൽ അല്ലെങ്കിൽ തിരുവഴുത്തിൽ പഴയ നിയമത്തിലെ അതിപാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരാണ് അവർ. അവരെയും സമൂഹത്തിൽ മാന്യന്മാരായിട്ടാണ് കാണുന്നത്. പരീശന്മാരെന്ന് പറഞ്ഞാൽ ഈ ലോ അതേപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് 2 നല്ല ഗ്രൂപ്പുകൾ ഉള്ള ആൾക്കാരാണ്. എന്നിട്ട് ഇവര് ഓട്ടോമാറ്റിക്കലി യേശുക്രിസ്തുവിന്റെ ശത്രുവുമായി തീരുക. യേശുക്രിസ്തുവിന്റെ കൂടെ സ്നേഹിതനാകുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവരുടെ കൂടെ തിന്നുകയും കുടിക്കുകയും അവരുടെ പാർട്ടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. അതൊരു വിശുദ്ധന് ചേർന്ന കാര്യമല്ലെന്നുള്ളത് സാധാരണ നമുക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ്, അല്ലേ? അങ്ങനെയൊക്കെ വിശുദ്ധന്മാർക്ക് പറ്റത്തില്ല. എന്നാലും ഇത് സ്വാഭാവികമായിട്ടും, കാരണം ഒരു നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം അറിയാവുന്നതാണ് സാധാരണ രീതിയിൽ പറഞ്ഞത്. എന്നാലും യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെ തന്നെയാണ് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഇവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ, അവർ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവരുടെ കംപ്ലൈന്റ്. ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്, സ്റ്റേജ്. നമ്മളിതൊരു സങ്കല്പിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് യേശുക്രിസ്തുവും ചുങ്കക്കാരും പാപികളും തിന്നുകയും കുടിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യും. അതിന്റെ പുറത്ത് ചില പരീശന്മാർ പുറപുറത്തുകൊണ്ട് വളരെ ദേഷ്യത്തിൽ നിൽക്കുന്നു. ഇതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അന്നേരം ഇവിടെ പറയുന്നത്, ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രന്മാരും പിറുപിറുത്തു. അന്നേരം ഒരു മർമറിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് കർത്താവ് ഇവർക്ക് ആശ്വാസമായിട്ട് 3 ഉപമ പറയല്ല, കുറച്ച് പറയല്ലോ, നമ്മൾ ഈ മുറിവിൽ മുളക് പുരട്ടുക എന്ന് പറയുമല്ലോ. ഇവരെ കുറച്ചുകൂടി ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കർത്താവ് ഒരു 3 ഉപമ ഇവരുടെ അടുത്ത് പറയുന്നത്. അതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഈ പിറുപിറുപ്പിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവ് 3 ഉപമ പറയാണ്. പക്ഷെ ഇതിൽ ആദ്യത്തെ 2 ഉപമ ഈ പരീശന്മാരെ ഡയറക്റ്റ്ലി അഡ്രസ് ചെയ്തില്ല. 3ാമത്തെ ഉപമയിലേക്ക് വരുമ്പോൾ കർത്താവ് ശരിക്കും ഇവർക്കിട്ട് ഒരു കുത്തുകൊടുക്കുന്ന ആ സ്റ്റിങ് അവിടെയാണ് കർത്താവിന്റെ ഉപമയിൽ വരുന്നത്. ആദ്യത്തെ ഉപമ 2ഉം വളരെ സാമ്യമുള്ളതാണ്. 3ലും സാമ്യങ്ങളുണ്ട്. എന്നാൽ ആദ്യത്തെ ഉപമകൾ 2ഉം വളരെ സാമ്യമുള്ളതാണ്. 3ാമത്തെ ഉപമയിൽ സാമ്യവുമുണ്ട്, ഡിഫറൻസും ഉണ്ട്. ഇതിൽ സാമ്യത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ 2 ഉപമയിലും 3 ഉപമയിലും നഷ്ടപ്പെട്ടു പോകുന്നവരെ പറ്റിയാണ് പറയുന്നത്. ആദ്യത്തെ 2 ഉപമയിലും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളുണ്ട്, ലോസ്റ്റ് വൺസ് ഉണ്ട്. 2ഇടത്തും മാനസാന്തരമുണ്ട്, 2ഇടത്തും സന്തോഷമുണ്ട്. ഇത് 3ലും കോമൺ ആണ്. 3ഇടത്തും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, മാനസാന്തരപ്പെടുന്നുണ്ട്, സന്തോഷമുണ്ട്, പാർട്ടിയും എൻജോയിങ്ങും ഉണ്ട്. അതാണ് ആദ്യത്തെ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത്. കാണാതെ പോയ എൻ്റെ ആണ്ടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിക്കുമെന്ന് അവരോട് പറയും. ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ പറ്റി സ്വർഗത്തിലധികം സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. എന്നിട്ട് വീണ്ടും താഴോട്ട് പറയാണ്, കണ്ടുകിട്ടിയത്, കാണാതെ പോയ ദ്രമ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിക്കും എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ പറ്റി ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ പറയും. അന്നേരം അതിൽ കോമൺ ആയിട്ടുള്ള കാര്യം, 3ഇടത്തുമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ടു പോയവരുണ്ട്, അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നുണ്ട്, അവിടെ സന്തോഷവും പാർട്ടിയും എൻജോയ്മെന്റും. അന്നേരം ദൈവരാജ്യത്തിന്റെ ഒരു ലക്ഷണമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല, മറിച്ച് എൻജോയ്മെന്റ് തന്നെയാണ്. ജോയ് ആണ് അവിടെ പറയുന്ന ലക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഒരാൾ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ഫോളോവർ ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ എന്നുള്ളതാണ് തിരിച്ചറിയാനായിട്ട് വരുന്നത്. ജോയ് ഉണ്ടോ എന്നുള്ളതാണ് അവിടെ തിരിച്ചറിയാനായിട്ട് വരുന്നത്. അന്നേരം ഇതാണ് ആദ്യത്തെ 2 പാരബിൾ പറഞ്ഞത്. 3ാമത്തെ പാരബിളിലേക്ക് വരുമ്പോൾ വേറൊരു കാര്യം കൂടി ആദ്യത്തെ 2 പാരബിളിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചിലപ്പോൾ ചോദിക്കും. ആദ്യത്തെ 2 പാരബിളില് ആദ്യത്തേത്
നഷ്ടപ്പെട്ടു പോയി. ഞാനിത് മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾക്കും ഇതിൽ നിന്ന് അപ്പുറമായിട്ട് വല്ലത് മനസ്സിലാക്കിയിരിക്കും. ആദ്യത്തെ പാരബിളിൽ നഷ്ടപ്പെട്ടു പോകുന്നത് വീടിന്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാരബിളിൽ നഷ്ടപ്പെട്ടു പോകുന്നത് വീടിന് പുറത്താണെങ്കിൽ, രണ്ടാമത്തെ പാരബിളിൽ നഷ്ടപ്പെട്ടു പോകുന്നത് വീടിന്റെ അകത്താണ്, മൂന്നാമത്തെ പാരബിളിൽ നഷ്ടപ്പെട്ടു പോകുന്നത് വീടിനകത്തുനിന്നും പുറത്തുകൊണ്ട്. ഓക്കെ, ഇങ്ങനെ ചില സിമിലാരിറ്റിയും ചില ഡിഫറൻസസും ഈ പാരബിളിലുണ്ട്. എന്നാൽ മൂന്നാമത്തെ പാരബിളിലാണ് ഇതിന്റെ ശരിക്കുമുള്ള വ്യത്യാസം കർത്താവ് വിശദീകരിക്കുന്നത്. ആദ്യത്തെ രണ്ട് പാരബിളും രണ്ട് കഥകളും എൻഡ് ചെയ്യുന്നത് ഒരു ഹാപ്പി എൻഡിങ് ആണ്, അല്ലെ? നമ്മൾ ചില കഥകൾ വായിച്ചില്ലേ, അതിനുശേഷം അവർ സുഖമായി ജീവിച്ചു എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഹാപ്പി എൻഡിങ് ആണ് ആദ്യത്തെ രണ്ട് പാരബിൾ. മൂന്നാമത്തെ പാരബിൾ ഒരു ഹാപ്പി എൻഡിങ് എന്ന് മാത്രമല്ല, അതൊരു അബ്രപ്റ്റ് എൻഡിങ് ആണ്. അത് എൻഡ് ചെയ്യുന്നില്ല ആ പാരബിൾ. ശരി, ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടിരുന്ന് ഒരു കഥയും ആൾക്കാർ നിർത്താത്തതുപോലെ കർത്താവ് കൊണ്ട് അത് നിർത്തുകയാണ്. ഒരു കംപ്ലീറ്റ് അല്ലാത്ത ഒരു കഥ പോലാണ് മൂന്നാമത്തെ പാരബിൾ ചെന്ന് നിൽക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ രണ്ട് പാരബിൾ എന്ന് പറയുന്നത് ഒരു ലോസ്റ്റ് റിലേഷനാണ് കാണിക്കുന്നതെങ്കിൽ, റെസ്റ്റോർഡ് റിലേഷനാണ് കാണിക്കുന്നതെങ്കിൽ, മൂന്നാമത്തെ പാരബിൾ കാണിക്കുന്നത് ലോസ്റ്റ് ഫെലോഷിപ്പും റെസ്റ്റോർഡ് ഫെലോഷിപ്പുമാണ്. ഇത് തമ്മിൽ വ്യത്യാസമാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, വളരെ ഡീറ്റെയിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ പാരബിളിലേക്ക് ഡയറക്റ്റ് ചെയ്യാം. ഞാനിത് ഫുള്ളായിട്ട് ഇതിനു മുമ്പ് പല ഭാഗങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് എടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് അത് ഇപ്രാവശ്യം അത് കൂടുതലായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ പിന്നെയും അവൻ അത് പറഞ്ഞു തുടങ്ങിയത്. ആദ്യത്തെ രണ്ട് പാരബിൾ പറഞ്ഞിട്ട് കർത്താവ് നിർത്തിയിട്ട് ഡയറക്റ്റ് ഫാരിസീസിനെ അഡ്രസ് ചെയ്തിട്ട് പറയാണ്, പിന്നെയും അവൻ പറഞ്ഞു തുടങ്ങിയത് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ പാരബിളിൽ 100 ആടുകളാണ് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് നഷ്ടപ്പെട്ടു. 100-ൽ നിന്ന് പോയി കഴിഞ്ഞാൽ എത്രയാണ്? എത്ര അല്ലേ? 99. കറക്റ്റാണ്. 100-ൽ നിന്ന് പോയി 99 ആ ഇടയന്റെ കയ്യിലുണ്ട്. രണ്ടാമത്തെ കോയിൻ എത്രയിൽ നിന്നാണ് നഷ്ടപ്പെട്ടത്? 10-ൽ നിന്ന് എത്ര നിന്നാണ് നഷ്ടപ്പെട്ടു? 1 നഷ്ടപ്പെട്ടു. അപ്പം ബാക്കി എത്ര ഉണ്ട്? 9 ഉണ്ട്. മൂന്നാമത്തേത് 2 ഉള്ളൂ, 2-ൽ 1 നഷ്ടപ്പെട്ടു, നേരെ പകുതി നഷ്ടപ്പെട്ടു. എന്നാൽ ഈ ഇതിൽ നഷ്ടം ശരിക്കും മൂന്നാമത്തെ ആൾക്കാണ്. അതിലെ ഇടയനേക്കാളും ആ സ്ത്രീയെക്കാളും ശരിക്കും നഷ്ടം എന്ന് പറയുന്നത് ഈ ഫാദറിനാണ്. നമ്മൾ സാധാരണ ഈ ലോസ്റ്റ് സണ്ണിന്റെ പാരബിൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പാരബിളിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാത്തതുകൊണ്ട് എല്ലാ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സും അതിന്റെ ഹെഡിങ് കൊടുക്കുന്നത് പ്രോഡിഗൽ സണ്ണിന്റെ കഥ, ഇല്ലെങ്കിൽ ലോസ്റ്റ് സണ്ണിന്റെ കഥയാണ്. ലോസ്റ്റ് സണ്ണാണ്, പക്ഷേ ലോസ്റ്റ് സൺ ആക്ച്വലി വീടിനകത്ത് നഷ്ടപ്പെട്ട ആ മകനാണ് ഇതിന്റെ കേന്ദ്ര കഥ. ശരിക്കും നഷ്ടമുണ്ടാകുന്നത് ശരിക്കും മകനല്ല, ഫാദറിനാണ്. കാരണം 2-ൽ 1 നഷ്ടപ്പെടുക, അതാണ് ഇതിന്റെ കാര്യം. ആദ്യം ഇതിൽ 3 പ്രധാന കഥാപാത്രങ്ങളുണ്ട്. പിതാവുണ്ട്, നഷ്ടപ്പെട്ട ആദ്യത്തെ മകനുണ്ട്, നഷ്ടപ്പെട്ട രണ്ടാമത്തെ മകൻ. പക്ഷെ നഷ്ടപ്പെട്ട രണ്ടാമത്തെ മകനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. കർത്താവ് ഉദ്ദേശിക്കുന്നതും ആ വ്യക്തിയെ പറ്റിയിലേക്കാണ് കർത്താവിന്റെ കോൺസെൻട്രേഷൻ പോകുന്നത്. ഇതിലാദ്യം ഫാദറിനെ ആണ് പറയുന്നത്. ഫാദറിന്റെ അടുത്ത് മകൻ വന്നിട്ട് പറയാണ്, അപ്പ പിന്നെയും അവൻ ഇളയവൻ വന്ന അപ്പനോട്, അപ്പ വസ്തുക്കളിൽ എനിക്ക് വരേണ്ട പങ്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മക്കൾക്കുമായിട്ട് ശരിക്കും മരണശേഷം സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഡിവിഷൻ, അല്ലെങ്കിൽ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഫാദർ ആദ്യമേ തന്നെ ഡിവൈഡ് ചെയ്ത് 2 പേർക്കുള്ള പോർഷൻസ് കൊടുക്കുകയാണ്. ഇതാണ് ശരിക്കും ആദ്യമായിട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദൈവം ഒരു മനുഷ്യനുള്ള പരിപൂർണ ഫ്രീഡം തരും. ഒരു ഫാദറും ശരിക്കും ദൈവം കൊടുക്കുന്ന ഫ്രീഡം മക്കൾ കൊടുക്കത്തില്ല. ശരിക്കും അത് ദൈവത്തെ പോലെ ഒരു വ്യക്തി ആകും തോറും ആ വ്യക്തി മക്കൾക്ക് കൂടുതൽ കൂടുതൽ ഫ്രീഡം കൊടുക്കുമെന്നാണ് ദൈവത്തിന്റെ പ്രശ്നം. നശിച്ചു പോകുന്ന അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊരിക്കലും ദൈവം ഒരാളെയും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല ഒരു കാര്യത്തിൽ. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നുവെങ്കിൽ നമുക്കത് ക്രോസ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയും. ഇതാണ് ശരിക്കും ഏതെങ്കിലും സംഭവിക്കുന്നത്. ദൈവം ഇവർക്ക് ഒരു റെസ്ട്രിക്ഷനും വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ചില ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവം പറഞ്ഞു, നീ ഈ ഒരു കാര്യം നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, നന്മതിന്മകളെ അറിയുന്ന വൃക്ഷത്തിന്റെ ഫലം നിനക്ക് അവിടെ വെച്ചിട്ടുണ്ട്, അത് നീ തിന്നാൽ അതോടുകൂടി നീ മരിക്കും എന്നുള്ള വാണിംഗ് അവർക്ക് കൊടുത്തു. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ നന്മതിന്മകളെ പറ്റിയുള്ള വൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് അത് കാണുവാൻ നല്ലത്. എങ്ങനെയാണ് അത് ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്നത്? ഹവ്വ അതിനെ കണ്ടപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും
കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. അന്നേരം ഇങ്ങനത്തെ ഒരു ഫലം കൊണ്ട് അവിടെ വെക്കേണ്ട കാര്യമുണ്ടോ? ഈ കാണാനും കൊള്ളാത്ത, ഇല്ലെങ്കിൽ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നാത്ത നാറ്റമുള്ള ഒരു ഫലം അവിടെ വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല. എന്നാലും അതിലോട്ട് ആദ്യത്തിന് ഒഴിക്കുക ഒരു റെസ്ട്രിക്ഷൻ വെച്ചാലും അവർ ചിലപ്പോൾ പോകത്തില്ല. പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫലം അവിടെ വെച്ചിട്ട് അത് തിന്നരുത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് തിന്നായിരിക്കും. നിങ്ങൾ തിന്നായിരിക്കും. നല്ലൊരു കാര്യം വെച്ചിട്ട് അത് നിങ്ങളത് എടുക്കരുത്. ഐസ്ക്രീം വെച്ചിട്ട് എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ആരും പോയി കഴിഞ്ഞാൽ അത് കഴിക്കും. ഐസ്ക്രീം ഇഷ്ടമുള്ളത് അല്ലേ? ഇത്രയ്ക്ക് ഇങ്ങനത്തെ ഒരു ടെമ്പറേച്ചറാണ് അവർക്ക് വെച്ചിരുന്നത്. കാര്യം എന്താണ്? ദൈവം ഒരിടത്ത് പറയാണ്, ഇത് എത്ര നല്ലതാണെന്ന് നിനക്ക് തോന്നുന്നു എങ്കിലും അത് നിനക്ക് വേണ്ട എന്നുള്ളത് എൻ്റെ സ്നേഹത്തിൽ ഞാൻ നിനക്ക് വെച്ചിരിക്കുന്ന റെസ്ട്രിക്ഷനാണ്. പിന്നെ പലപ്പോഴും നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് ഇഷ്ടമല്ല. ആദ്യത്തെ മകനെ സംബന്ധിച്ചിടത്തോളം ദൈവം വെച്ചിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ്. അതുകൊണ്ട് തന്നെ അവനത് ബ്രേക്ക് ചെയ്യണം. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാകാതെയാണ് പലരും അത് ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ദൈവം അതിനെ അനുവദിക്കുന്നു എന്നുള്ളതാണ് സത്യം. ദൈവം അങ്ങനെ കാര്യം വെച്ചിട്ട് അവരത് പറയുന്നുണ്ട്, അത് എടുക്കരുതെന്ന് പറയുന്നുണ്ട്, തിന്നരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഈ തിരിയുന്ന വാളുകളുമായിട്ട് കെരുവുകളൊന്നും വെച്ചിട്ടില്ല. പാപം ചെയ്തതിന് ശേഷം തിരിച്ച് കയറാതെ വണ്ണം ഏതെങ്കിലും കയറാതെ വണ്ണം തടയുന്നത് പോലെ. ദൈവം ആ റെസ്ട്രിക്ഷൻ വെക്കാതെ ദൈവം ആ ഫ്രീഡം കൊടുക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ പോകാം, നിനക്ക് വേണമെങ്കിൽ പോയി നശിച്ചു പോകാം. ഈ ശരിക്കും നമ്മളുടെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവരുടെ വീടുകളിലുള്ള റെസ്ട്രിക്ഷൻസ് പലർക്കും ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ അവർക്ക് താല്പര്യം എന്താണ്? അവർക്ക് പുറത്തു പോയി സുഹൃത്തുക്കളുടെ കൂടെ ജീവിതം ചെയ്യണം അല്ലേ? നിങ്ങൾക്ക് വീട്ടിലകത്ത് താമസിക്കുന്നതാണോ ഇഷ്ടം, അതോ കൂട്ടുകാരുടെ കൂടെ ചെയ്യുന്നതാണോ ഇഷ്ടം? ഏതാ ഇഷ്ടം? ഏതാണ്? വീട്ടിൽ താമസിക്കുന്നതാണ് ആണോ? അല്ല, ഏതാണ്? ആ കൂട്ടുകാരുടെ കൂടെ എൻജോയ് ചെയ്യുന്നത് കറക്റ്റാണ് അല്ലേ? കൂട്ടുകാരുടെ കൂടെ പുറത്ത് പോയിട്ട് എൻജോയ് ചെയ്യണം. വീട്ടിലെ റെസ്ട്രിക്ഷൻസ്, വീട്ടിലെ കാര്യങ്ങൾ താല്പര്യമില്ല. ഇത് സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് ഈ ആദ്യത്തെ മകന്റെയും പ്രശ്നം. ആദ്യത്തെ മകനെ വീട്ടിൽ ഒരു എൻജോയ്മെന്റും ഇല്ല. വീട്ടിൽ എൻജോയ് ചെയ്യാനായിട്ട് അവന്റെ അപ്പൻ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇവൻ എൻജോയ്മെന്റ് ആയിട്ട് തോന്നുന്നില്ല. ഇതിലൊന്നും ഇവന് വിലയൊന്നും മനസ്സിലാവുന്നില്ല. ഇവന് ആ ബാരിയർ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകണം, ദൂരദേശത്തേക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഏറ്റവും ദൂരത്തേക്ക് പോകണം. അതിനായിട്ട് അപ്പൻ്റെ അടുത്ത് പറയാം. അപ്പൻ അതിനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവനെ നശിച്ചു പോകാനായിട്ട് വീട്ടിൽ നിന്ന് വിടുക. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഏറെനാൾ കഴിയും മുമ്പേ അവൻ അവർക്ക് പകുത്തു കൊടുത്തു. ഏറെനാൾ കഴിയും മുമ്പേ ഇളയമകൻ സകലവും സ്വരൂപിച്ചു ദൂരദേശത്തേക്ക് യാത്രയായി. അവൻ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തുവും നാനാവിധമാക്കി. ഈ ദുർനടപ്പ് എന്നുള്ളത് മലയാളത്തിലെ ട്രാൻസ്ലേഷന്റെ പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അർത്ഥത്തിൽ അവൻ വസ്തു നശിപ്പിച്ച് ദുർനടപ്പുകാരനായോ അല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ മൊത്തത്തിൽ ഇവൻ വസ്തു നശിപ്പിച്ച് എൻജോയ് ചെയ്ത് ഒരു വേൾഡ് ലൈഫിലേക്ക് പോയി എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. എന്നാൽ ഇവൻ ഈ ദൈവത്തിന്റെ ബാരിയറും ദൈവം വെച്ചിരിക്കുന്ന ആ റെസ്ട്രിക്ഷനും എല്ലാം വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി ലോകം എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിലൊരു പ്രശ്നമുണ്ട്. കർത്താവ് ആ ശമരിയക്കാരി സ്ത്രീയെടുത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെയും പിന്നെയും ദാഹിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരിക്കലും സംതൃപ്തി തരുന്നതല്ല. പാവം ഒരിക്കലും ഒരു വ്യക്തിക്ക് സംതൃപ്തി തരുന്നതല്ല. അത് ശരിക്കും അത് മനസ്സിലാക്കി കഴിയുമ്പോഴറിയും ഇതിനെപ്പോഴും ഒരു വാക്യൂമുണ്ട്. ഇതെപ്പോഴും കൂടുതൽ കൂടുതൽ നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതിനൊരിക്കലും ഒരു എൻഡ് വരുന്നില്ല. ഇവൻ ഇത് ഈ രീതിയിലേക്ക് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവന്റെ എൻജോയ്മെന്റുകളെല്ലാം നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. മാത്രമല്ല ഇവൻ സ്വരൂപിച്ച പണം കംപ്ലീറ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് തീരാനായിട്ട്. പക്ഷെ ഇവൻ തിരിച്ചു വരുന്നില്ല, ഇവൻ മടങ്ങി വരുന്നില്ല, ഇവൻ മാനസാന്തരപ്പെടുന്നൊന്നുമില്ല. അവനെന്താണ് ചെയ്യുന്നത്? എല്ലാം ചെലവായ ശേഷം ദേശത്ത് കടൽക്ഷാമം ഉണ്ടായി അവന് മുട്ടുവന്നു. അന്നേരം മുട്ടുവന്നു തുടങ്ങിയപ്പോൾ അവൻ തിരിച്ച് ചിന്തിക്കുന്നില്ല. അവനെന്താണ് ചിന്തിക്കുന്നത്? അവൻ വീണ്ടും മനുഷ്യരിലേക്ക് ആശ്രയിക്കുകയാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ആ നഗരത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അതായത് സ്വാഭാവികമായിട്ടും നമ്മൾ ദൈവത്തിലേക്ക് നമ്മുടെ കംപ്ലീറ്റ് റിസോഴ്സസ് തീരാതെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ റിസോഴ്സസ് ഉള്ളിടത്തോളം കാലം നമ്മൾ എങ്ങനെയെങ്കിലും അവരെ ആശ്രയിക്കാനായിട്ട് ശ്രമിക്കും അല്ലേ? പലരും പറയാറുണ്ട് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ആരുമില്ല, ഇപ്പം ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു റിസോഴ്സസും ഇല്ലാത്ത രീതിയിലേക്ക് ഇവന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് പലരിലും മാറും. അന്നേരം അവൻ ദേശത്തിലെ പ്രമാണിമാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്ക്കുവാൻ അയച്ചു. നമ്മളിത് മനസ്സിലാക്കണം. ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഉണ്ട്. കോണ്ടെക്സ്റ്റ് യഹൂദന്മാരെത്താണ് പറയുന്നത്. യഹൂദന്മാരെന്ന് പറയുമ്പോൾ ഈ പന്നികൾ എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് ഇപ്പോഴത്തെ നമ്മുടെ മുസ്ലിംസിന്റെ കൂട്ടുകാരൻ അവരുടെ കസ്റ്റം വെച്ചിട്ട് ഏറ്റവും വെറുപ്പുള്ള
ഒരു മൃഗമാണ് പന്നിയിറച്ചി എന്നൊക്കെ പറയുന്നത്. ഈ പന്നികളുടെ അടുക്കൽ ഇവൻ പോയി എന്ന് പറഞ്ഞ് ആ കാണിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ റോക്ക് ബോട്ടത്തിൽ അവൻ എത്തിയെന്നുള്ള. ഇവൻ യഹൂദനായിട്ടൊരു മകനാണ്. അവൻ ഏറ്റവും വെറുക്കുന്ന ആ ലെവലിൽ ഇവൻ എത്തിച്ചേർന്നു. പന്നികളെ മേയ്ക്കാനായിട്ടുള്ള ജോലി വരെ അവൻ സ്വീകരിച്ചു. അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ലോകം എൻജോയ് ചെയ്യാൻ പോയവൻ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. അവൻ ഏറ്റവും വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ തന്നെ എത്തിച്ചേരുകയാണ്. എന്നാൽ അവിടെയും പ്രശ്നമുണ്ട്. അവിടെയും ചെന്നിട്ട് അവിടെയും ഇവന് ഇത് തടയപ്പെടുകയാണ്. പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അതും അവൻ കിട്ടി. അന്നേരം ലാസ്റ്റ് അവൻ ഈ പന്നിയുടെ കൂടെ പോയി പന്നി തിന്നുന്ന ആ വാളവര എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് എന്താണ് എഴുതിയിരിക്കുന്നത്? വേഴ്സ് 16 പിഗ് ഫുഡ്. എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി തിന്നുന്ന ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം. ഇത് അവന് തിന്നപ്പോഴാണ് അവന് മനസ്സിലായത് അപ്പന്റെ വീട്ടിലെ ഫുഡിന്റെ കാര്യം. അല്ലല്ല, ഞാൻ ചോദിച്ചത് മനസ്സിലായില്ല. ആ പന്നിയുടെ ഫുഡ് കഴിച്ചപ്പോഴാണോ അദ്ദേഹത്തിന് മനസ്സിലായത് വീട്ടിലെ ഫുഡ് നല്ലതാണെന്ന്? പിന്നെ അത് കിട്ടാതായപ്പോഴാണ്. അതാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത്. ഞാൻ ചോദിക്കുന്ന പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് പന്നിയുടെ ഭക്ഷണം ഇവന് കിട്ടിയിരുന്നെങ്കിൽ ഇവൻ തിരിച്ചു പോകുമായിരുന്നു. ഇല്ല, അവൻ പന്നിയുടെ ഭക്ഷണം കഴിച്ചവൻ ജീവിച്ചേനെ. അവൻ ഒരിക്കലും തിരിച്ചു പോകാനായിട്ട് ആഗ്രഹമുള്ള ഒരുവനല്ല. കാരണം അപ്പന്റെ അടുത്തു നിന്ന് സ്വത്തും വാങ്ങിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയവൻ ഇവന് തിരിച്ചു പോകണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. പന്നിയുടെ ഫുഡ് ഇവന് കിട്ടിയിരുന്നെങ്കിൽ പന്നിയുടെ ഫുഡും കഴിച്ച് അവൻ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ അവിടെ കഴിഞ്ഞേനെ. എന്നാൽ എന്ത് സംഭവിച്ചു? പന്നിയുടെ ഫുഡും അവന് കിട്ടിയില്ലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വയറു നിറയ്ക്കുവാൻ ആഗ്രഹിച്ചു, എങ്കിലും അതുപോലും അവൻ ആരും കൊടുത്തില്ല. ഇവനൊരു ഏറ്റവും താഴത്തെ നിലയിലേക്ക് വരികയാണ്. ഈ നിലയിലേക്കൊക്കെ നമ്മൾ ആരെങ്കിലും എത്ര പേര് വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ചിലർ വന്നിട്ടുണ്ടായിരിക്കും. അവിടെ വരുമ്പോൾ ഇവന്റെ കാര്യം മനസ്സിലാകാണ് ഇവനെന്ത് സംഭവിക്കുന്നത്. ഹി കെയിം ബാക്ക് ടു സെൻസസ്. എപ്പോൾ ഇവന്റെ പന്നിയുടെ ഫുഡും കൂടെ റെസ്ട്രിക്റ്റഡ് ആയപ്പോൾ ഇവന് സുബോധം വരികയാണ്. സുബോധം വന്നിട്ട് അവൻ പറയാണ്, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകും. ഇപ്പോഴാണ് ഇവന് അപ്പന്റെ വീട്ടിലെ ഫുഡ് എത്രത്തോളം നല്ലതാണെന്ന് മനസ്സിലായത്, അല്ലെ? അപ്പന്റെ വീട്ടിലെ കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലെ ഈവൻ വിത്ത് റെസ്ട്രിക്ഷൻസ് നല്ലതാണെന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നത്? ഒരു വ്യക്തി ഈ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത്. അതുവരെ അവന് സുബോധം വന്നില്ല. അവൻ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇവൻ പോകുന്ന വഴിയിലെല്ലാം പോയിട്ടും അവന് സുബോധം വന്നിരുന്നില്ല. He came back to real sense. അവന് ബോധം വന്നു. അവൻ ബോധം വന്നപ്പോൾ ഇവൻ ആദ്യം മനസ്സിലാവുന്ന അപ്പന്റെ വീട്ടിലെ ഫുഡ് എത്ര നല്ലതായിരുന്നു. അല്ലേ, നമ്മുടെ വീട്ടിലെ ഫുഡുകളൊക്കെ നല്ലതാണെന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത്? നമ്മൾ പുറത്തു പോയി കഴിയുമ്പോൾ നല്ല രീതിയിൽ, ഈ പറഞ്ഞ രീതിയിൽ വാളവരെ പോലും കിട്ടാത്ത ഒരു സ്ഥിതിയിൽ എത്തുമ്പോഴേ ഈ കാര്യങ്ങൾ മനസ്സിലാവും. അന്നേരം ഇതുവരെ മനസ്സിലായി. ഇവൻ പറയുകയാണ്, എന്നിട്ട് അവൻ പറയാണ്, എന്നിട്ട് പറയണം എത്ര നശിച്ചു പോകുന്നു പറയുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, കൂലിക്കാരൻ ഒരുത്തിനെ പോലെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു റിയലായിട്ടുള്ള ഒരു മാനസാന്തരം ഇവിടെ കാണും. എന്താണ് യഥാർത്ഥ റിപ്പൻറ്റൻസ് എന്നുള്ളത് കാണുക. എന്താണ് യഥാർത്ഥ റിപ്പൻറ്റൻസ്? റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഒരു മനുഷ്യന് സ്വയമായിട്ടുള്ള ബോധം വരികയാണ്. ഹീസ് എ ലോസ്റ്റ് പേഴ്സൺ. അവൻ നഷ്ടപ്പെട്ടവനാണ് എന്ന് ഇവൻ തിരിച്ചറിയുകയാണ്. ഈ തിരിച്ചറിവാണ് ഏറ്റവും ആദ്യം മാനസാന്തരത്തിന്റെ അടിസ്ഥാനമായിട്ടുണ്ടാകുന്നത്. പക്ഷെ ഈ തിരിച്ചറിവ് കൊണ്ട് യഥാർത്ഥത്തിൽ മാനസാന്തരം ഉണ്ടാകുന്നില്ല, യഥാർത്ഥത്തിലുള്ള സാൽവേഷൻ ഉണ്ടാകുന്നില്ല. തിരിച്ചറിവ് ഉണ്ടായി ഇവൻ പറയുകയാണ്, എന്താണ്, അവന്റെ അപ്പന്റെ വീട്ടിലെ കാര്യങ്ങളെ പറ്റിയുള്ള റിയലായിട്ടുള്ള ഒരു വെളിപാട് അവന് കിട്ടി. അതിന് ഇവന്റെ മാനസാന്തരവും രക്ഷയോ അവനുണ്ടാകുന്നില്ല. ഇവൻ സ്വയം പറയുകയാണ്, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി അപ്പനോട് ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുമെന്ന് പറയാണ്. അവിടെയും ഇവന്റെ മാനസാന്തരം ഉണ്ടാകുന്നത്. എവിടെയാണ് യഥാർത്ഥത്തിൽ ഇവന്റെ മാനസാന്തരം ഉണ്ടാകുന്നത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇതിന് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ വളരെ വിശദമായിട്ട് പറയുന്നില്ല. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഇവൻ ഇത്രയും നശിച്ചു പോയിട്ടും അപ്പൻ അവനെ തേടി ചെല്ലുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തേതിൽ 100-1 നഷ്ടപ്പെട്ടത്, അല്ലെ? 100-1 നഷ്ടപ്പെട്ടിട്ട് ആ 100-1 തിരക്കി 99 മരുഭൂമിയിൽ വിട്ടിട്ട് ഇടയൻ അന്വേഷിച്ചു പോകുന്നുണ്ട്. രണ്ടാമത്തത് 10-1 നഷ്ടപ്പെട്ടിട്ടുള്ളൂ. 9 കയ്യിലുണ്ടായിട്ട് 9 അവിടെ വെച്ചിട്ട് ആ
ആ ഒന്നിനെ അന്വേഷിച്ച് ആ സ്ത്രീ പോകുന്നുണ്ട്. മൂന്നാമത്തേത് 1/2 നഷ്ടപ്പെട്ടത്, സ്വന്തം മകനാണ് നഷ്ടപ്പെട്ടത്. എന്നിട്ടും ഈ അപ്പൻ അവനെ തിരക്കി പോകുന്നില്ല. ഇത് വളരെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടിട്ടുള്ളത്, പലരിൽ നിന്നും കേട്ടിട്ടുള്ളത്, ഈ ചർച്ചിൽ നിന്ന് പോയ ആൾക്കാരെ തിരിച്ചു വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചർച്ചിൽ നിന്ന് പോകുന്നവരൊക്കെ ദൈവസന്നിധി പോകുന്നു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഒരു വ്യക്തി, ഞാൻ ചോദിക്കട്ടെ, ഒരു 100 പേരുള്ള ചർച്ചിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. 10 പേരുള്ള ചർച്ചയിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. 2 പേരുള്ള ചർച്ചയിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പുറകെ പോകത്തില്ലേ? പോകില്ലേ? പോവാത്ത ആളെ നിങ്ങൾ എന്ത് പറയും? ഇങ്ങേരുടെ കൂട്ട് ഒരു മനുഷ്യൻ്റെ ലോകത്തിൽ 2 പേരുമായിട്ടിരിക്കുന്ന ഒരു ചർച്ചയിൽ നിന്ന് ഒരാൾ പോവാണ്, എനിക്ക് ഇവിടെ നിൽക്കാനും താല്പര്യമില്ല, നിങ്ങളുമായിട്ട് എന്തുമില്ലെന്ന് പറഞ്ഞ് പോകും. അയാളെ പോയി വിളിക്കുന്നില്ല ഇവിടെ, അല്ലേ? എന്താണ് ഇവിടെ കാണിക്കുന്നത്? ഇത് ഒരു വ്യക്തി സ്വയമായിട്ട് എടുക്കുന്ന ഈ ഒരു ഫ്രീഡം നമ്മൾ ചർച്ചിലും എല്ലായിടത്തും കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുത്താൻ കഴിയൂ. ഇവനെ തിരിച്ചു വിളിക്കുന്നില്ല. ഇവൻ തിരിച്ചു വിളിച്ചതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അപ്പൻ തിരിച്ചുപോയി അവനെ വിളിച്ചിരുന്നെങ്കിൽ ഇവൻ ഒരിക്കലും സുബോധത്തിലേക്ക് വരില്ല, ഇവൻ ഒരിക്കലും മാനസാന്തരം ഉണ്ടാവുകയില്ലായിരുന്നു. ഇത് വളരെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടുത്തെ ആ രണ്ടാമത്തെ ക്യാരക്ടർ, അല്ലെങ്കിൽ അവിടുത്തെ പിതാവെന്ന ക്യാരക്ടറിന്റെ സ്വഭാവം ആദ്യം കൊടുക്കുന്ന ഫ്രീഡം മാത്രമല്ല, അവൻ നശിച്ചു പോയിട്ട് അവനെ അന്വേഷിച്ച് ചെല്ലാതിരിക്കുകയും ആ അപ്പന്റെ ആ ബോൾഡ് സ്റ്റെപ്പാണ് അവിടെ കാണിക്കുന്നത്. പല ആൾക്കാരും പറഞ്ഞു കാണും, പക്ഷേ അപ്പൻ അവരെ വിളിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞത് ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇവന് മാനസാന്തരം ഉണ്ടായിട്ടില്ല. മാനസാന്തരം എവിടെയാണ് യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവനിത് പറയുക മാത്രമല്ല, ഇവൻ എഴുന്നേറ്റ് തിരിച്ച് ഒരു സ്റ്റെപ്പ് വയ്ക്കുകയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ശരിക്കും ഈ മകൻ തന്നെയാണ് വെക്കുന്നത്. മകനാണ് തിരിച്ചു വരുന്നത് ആ ഫെലോഷിപ്പിൽ നിന്നും. മറ്റിടത്തെല്ലാം രണ്ടിടത്തും ഇടയനും ആ സ്ത്രീയുമാണ് പോകുന്നതെങ്കിൽ ഈ ഫെലോഷിപ്പിൽ നിന്ന് പോയ വ്യക്തിയാണ് ഫെലോഷിപ്പിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്. അല്ലാതെ അപ്പനല്ല. അപ്പനാണ് ഓടിച്ചെല്ലുന്നത്, പക്ഷെ ഇവനാണ് ആദ്യത്തെ സ്റ്റെപ്പ് തിരിച്ചെടുക്കുന്നത്. ഇതാണ് യഥാർത്ഥ ഈ മാനസാന്തരം പറഞ്ഞു കഴിഞ്ഞാൽ പാവി മാനസാന്തരപ്പെടുന്നു, പിന്മാറ്റക്കാരൻ മാനസാന്തരപ്പെടുന്നു. മാനസാന്തരം ഏകദേശം ഒരേ സ്വഭാവത്തിലുള്ളതാണ്. അവിടെ പറയുകയാണ് അങ്ങനെ അവൻ എഴുന്നേറ്റു. അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ അവൻ അവിടുത്തെ ആ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റു, തിരിഞ്ഞു, അപ്പന്റെ അടുക്കിലേക്ക് പോകുക. അവിടെയാണ് അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ക്യാരക്ടർ അപ്പന്റെ സ്വഭാവം. ഇതൊരു ഭയങ്കര സ്ട്രേഞ്ച് കാര്യമാണ്. ഇതും പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ്. താഴേക്ക് വരുമ്പോൾ പറയാണ്, അപ്പൻ അവിടെ ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. അവിടെ പറഞ്ഞ എനിക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഹി ഹാഡ് കമ്പാഷൻ എന്നുള്ളതാണ്. ശരിക്കും പരീക്ഷന്മാർക്ക് ഇല്ലാതിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കമ്പാഷൻ എന്നുള്ളത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിപ്പിക്കുന്ന ആൾക്കാർക്ക്, പരീക്ഷന്മാർക്ക്, ലീഗലിസ്റ്റുകൾക്ക് ഇല്ലാതിരിക്കുന്ന ഒരു കാര്യമാണ് കമ്പാഷൻ. ഈ കമ്പാഷൻ അപ്പൻ എപ്പോഴും ഉണ്ട്. ഈ കമ്പാഷൻ കൊണ്ട് അപ്പൻ പന്നിക്കൂട്ടത്തിലോട്ട് പോയി അവനെ വിളിച്ചോണ്ട് വന്നില്ല. കമ്പാഷൻ കൊണ്ട് അവനെ അപ്പൻ നശിക്കാനായിട്ട് വിടാതിരുന്നില്ല. പക്ഷെ ഈ കമ്പാഷൻ എപ്പോഴാണ് യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത്? യഥാർത്ഥത്തിൽ പിന്മാറ്റത്തിൽ പോയ, എല്ലാം നശിപ്പിച്ച ആ മകന്റെ റിപ്പൻഡൻസിന്റെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടപ്പോൾ അപ്പന്റെ കമ്പാഷൻ കൊണ്ട് അപ്പൻ ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെന്നിട്ട് ഇവന്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് ഇവനെ ചുംബിക്കാൻ. ഇവിടെ കാണുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകൻ ഒരു പ്രോമിസും ചെയ്യുന്നില്ല. നന്നായിട്ട് ജീവിക്കാമെന്ന് പറയുന്നില്ല, അവൻ പാപിയാണെന്നൊക്കെ ഒന്നും പറയുന്നില്ല. ഇതൊക്കെ പിന്നീടാണ് പിന്നെയും പറയുന്നത്. ഇവൻ പറയുന്നതിന് മുമ്പ്, ഇവൻ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ്, ഇവൻ നന്നായിട്ട് ജീവിക്കാമെന്ന് പറയുന്നതിന് മുമ്പ്, ഒരു കാര്യവും പറയുന്നതിന് മുമ്പ് തന്നെ ഇവന്റെ മാനസാന്തരത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇവൻ ഇതൊന്നും പറഞ്ഞില്ല. അടുത്ത കാര്യങ്ങൾ ഇവൻ ഒന്നും പറഞ്ഞില്ലായിരുന്നെങ്കിലും അപ്പൻ ഈ പറയാനുള്ള കാര്യങ്ങൾ ചെയ്തത്. അവിടെ ചെന്ന് കഴിക്കുക അവനെ കഴുത്ത് കെട്ടിപ്പിടിച്ച് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവരെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവൻ ചോദിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുകയും ഇവനിത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അപ്പൻ പറയാണ്, സ്റ്റാർട്ട് സെലിബ്രേഷൻ. ഇവിടെയാണ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഒരു സ്ട്രേഞ്ച് കാര്യം. ഇതൊരിക്കലും ഒരു അപ്പനും ചെയ്തില്ല, ഞാനും ചെയ്തില്ല, നിങ്ങൾ ആരും ചെയ്യത്തില്ല. കാരണം ഒരു സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യമൊന്നും അവിടെ ഇല്ല, അല്ലേ? അവനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാക്സിമം ആണ്. അവരെ വീട്ടിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. പക്ഷെ ഇവിടെ ഒരു പാർട്ടി അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ ഡാൻസും പാർട്ടിയും സോങ്സും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ പരീശന്മാർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, ഈ പാട്ട്, ഡാൻസ് എന്നൊക്കെയുള്ളത്, അല്ലേ? ഒരു ദേവദാസനെ ചോദിച്ചു,
ക്രിസ്ത്യാനികൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുമോ? ഒരു ചോദ്യമാണ്, ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു കാരണമുള്ളവർക്ക് ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ പരീക്ഷന്മാർക്ക് ഡാൻസ് ചെയ്യാൻ പറ്റത്തില്ല. പരീക്ഷന്മാർക്ക് അപ്പുറത്തും ഇപ്പുറത്തും കണ്ട ഒരു നല്ലൊരു പാട്ടൊരാൾ പാടിയാൽ പോലും ഇഷ്ടം, ഇറിറ്റേഷനാണ്. ഇത്രയൊക്കെ പാടേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇത് മറിച്ച് വളരെ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, വളരെ വിശുദ്ധിയിലും വേർപാടിലും മസിൽ പിടിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ വിശുദ്ധി. എന്നാൽ ഇവർക്ക് പാട്ടും ഡാൻസും എൻജോയ്മെന്റും മ്യൂസിക്കും എന്ന് കേൾക്കുന്നത് തന്നെ ഇറിറ്റേഷനാണ്. ഇവിടെ സെലിബ്രേഷൻ തുടങ്ങുകയാണ്. അപ്പം പറയാണ് ഉടനെ ഈവൻ ഇത് പറഞ്ഞു തരുന്നതിന് പറയാണ്. അപ്പൊ ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ അവിടെ വളരെ ക്ലിയർ ആണ്. ബട്ട് ദ ഫാദർ സെഡ് ക്വിക്ലി, പെട്ടെന്ന് ബ്രിങ്, അതിൽ 22ാമത്തെ വാക്യം വായിച്ചേ. അവിടെ പറഞ്ഞ എന്റെ ബൈബിളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ക്വിക്ലി ബ്രിങ് ദ ബെസ്റ്റ് റോബ് ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ഹിം ആൻഡ് പുട്ട് എ റിംഗ് ഓൺ ഹിസ് ഹാൻഡ് ആൻഡ് സാൻഡൽ ഓൺ ഹിസ് ഫീറ്റ്. അപ്പോൾ അവന്റെ എല്ലാ കാര്യം പെട്ടെന്ന് മാറ്റി. എന്നിട്ട് പറയാണ്, അടുത്ത വാക്യത്തിൽ പറയാണ്, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരിക്കുന്നു, കണ്ടുകിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ആനന്ദിച്ചു. എന്നിട്ട് പറയുന്നത് തടിച്ച കാളക്കുട്ടിയെ കൊണ്ടാണ് ഒന്നാം ദിനാരത്തി. ഞാൻ ഇതിനും പറഞ്ഞിട്ടുണ്ട്, ഈ മലയാളത്തിലുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാകാതാണ് ഈ തടിച്ച കാളക്കുട്ടി എന്ന് എഴുതിയത്. ശരിക്കും പഴയ ട്രാൻസ്ലേഷൻസിൽ തടിപ്പിച്ച കാളക്കുട്ടി എന്നാണ്, ഇംഗ്ലീഷിലും അങ്ങനെയാണ്, ഫാറ്റൻഡ് കഫ് എന്നാണ്. അതൊരു ഇസ്രായേൽ ഒരു രീതിയാണ്. ഒരു അതിഥി വരുന്നു എന്നറിഞ്ഞ് അതിഥിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്, നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് ഈ ഫാറ്റൻ കഫ്. ഇതിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ടാണ് ഇവർ ഈ മലയാളത്തിൽ പുതിയ ട്രാൻസ്ലേഷൻ തടിച്ച കാളക്കുട്ടി എന്ന് പറയുന്നത്. ഇത് ഉടനെ തന്നെ സെലിബ്രേഷൻ ആരംഭിക്കുകയാണ്. അവന്റെ വസ്ത്രം മാറുന്നു, അവൻ ചെരുപ്പ് മാറുന്നു, അവന്റെ മോതിരം ഇടുന്നു, കാളക്കുട്ടി അറക്കുന്നു, ഡാൻസും പാട്ടും സെലിബ്രേഷൻ തുടങ്ങുന്നു. കർത്താവ് ഇത് പറയുന്നതിന്റെ കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ് ദൈവം ഒരു പിന്മാറ്റക്കാരന്റെ മടങ്ങിവരവും പാപിയുടെ മടങ്ങിവരവും മനസ്സിലാക്കുന്നതെന്നും അക്സെപ്റ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് പരീക്ഷന്മാരുടെ ഇതിനോടുള്ള റെസ്പോൺസ് എന്നുള്ളതാണ്. ഇവിടം വരെ നമുക്ക് ഈ സ്റ്റോറി ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ, ഒരു ഗുഡ് എൻഡിങ് സ്റ്റോറിയായിരുന്നു. അങ്ങനെ അവർ കുടുംബത്തിൽ സുഖമായി ജീവിച്ചു എന്ന് പറഞ്ഞ കഥ സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. പക്ഷേ അവിടെ കഥയുടെ ശരിക്കുമുള്ള ട്വിസ്റ്റ് ഇല്ലെങ്കിൽ അതിന്റെ റിയൽ സംഭവം വരുന്ന അവിടെയാണ്. അതുവരെ പറഞ്ഞിരുന്നെങ്കിൽ പരീക്ഷന്മാർക്ക് യാതൊരു പ്രശ്നവുമില്ല. ആദ്യത്തെ 2 പാരബിളും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ അവരെ കാപ്പളിക്കുവിടല്ല. പക്ഷെ 3ാമത്തെ പാരബിളിൽ അവിടേക്ക് ഞാൻ പറയുന്നത് ഒരു സിനിമയുടെ ഒക്കെ ഇന്റർവെല്ലിന് ശേഷം വില്ലൻ കടന്നു വരുന്നത് പോലെ ഇവിടെ ഒരാൾ അവിടേക്ക് കടന്നു വരും. അതുവരെ ആ വ്യക്തിയെ പറ്റി കാര്യമായിട്ടൊന്നും പറയുന്നില്ല. 2 മക്കളുണ്ടെന്ന് മാത്രമേ പറയുന്നു. ആ 3ാമത്തെ മകൻ അവിടേക്ക് കയറി വരിക. അവിടെ വായിച്ചു അടുത്ത വാക്യം. അവന്റെ മൂത്ത മകൻ ഇവിടെ ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂത്ത മകൻ വായിച്ചോ, 25ാമത്തെ വാക്യം. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അന്നേരം ഇവൻ ഇപ്പോൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ ലോയലാണ്. അവൻ പറയാണ് അവൻ വയലായിരുന്നു. അവൻ വന്ന് വീടിനോട് എടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷം കൂടി. അവൻ ബാല്യകാലൊരുത്തനെ വിളിച്ച് ഇതെന്തു എന്ന് ചോദിച്ചു. അവനോട് നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോട് കിട്ടിയതുകൊണ്ട് തളിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. ഇവിടെ ഇവന്റെ യഥാർത്ഥ സ്വഭാവം, ഈ ജോലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലോയലായിട്ട് ചെയ്യുന്ന അവന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുകയാണ്. ശരിക്കും നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത് നമ്മുടെ ആക്ഷൻസിൽ കൂടിയല്ല, നമ്മുടെ റിയാക്ഷൻസിൽ കൂടിയാണ്. ആ റിയാക്ഷൻസ് പ്രൊവോക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യം വരാത്തിടത്തോളം ആൾക്കാരെല്ലാവരും പുറമേ വിശുദ്ധരായിരിക്കും. ഇവിടെ എന്താണ് പറ്റിയത് ഞാൻ പറയട്ടെ. പലപ്പോഴും ചില വ്യക്തികൾ ചില സാഹചര്യങ്ങളിൽ അവർ അക്സെപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ അർഹത കിട്ടുന്നുവെന്ന് അവർക്ക് കിട്ടുമെന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഈ വ്യക്തി ഇങ്ങനെ ആയിരുന്നു എന്ന് അന്ന് വരെ ഒരു മനുഷ്യനും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ 2ാമത്തെ മകനെ അക്സെപ്റ്റ് ചെയ്തവിടുത്തെ പാർട്ടിയും ഡാൻസും കാണുമ്പോഴേക്കും ഇവന്റെ ഉള്ളിലുള്ള എല്ലാ സ്വഭാവവും പുറത്തു വരിക. ഇതുവരെ ഇവന്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. നമ്മളിത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഉള്ളിൽ ഗലാത്യ ലേഖനം 5ാമത്തെ അധ്യായത്തിന്റെ 18ാമത്തെ വാക്യത്തിൽ പറയുന്ന എല്ലാ ഇന്റേണൽ സ്വഭാവങ്ങൾ നമുക്ക് വേണമെങ്കിൽ ആ വാക്യം നിർത്തി വായിക്കാം. ഗലാത്യ ലേഖനം 5:18. ഓക്കെ, ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ആദ്യത്തെ കാര്യങ്ങളൊന്നും ഈ വ്യക്തിക്ക് ദുർനടപ്പില്ല, അശുദ്ധിയില്ല, ദുഷ്കാമമില്ല, വിഗ്രഹാരാധനയില്ല, ആഭിചാരമില്ല. ഇതൊന്നും ഇല്ലാത്തത് വളരെ മാന്യനാണ്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരെല്ലാം മാന്യന്മാരല്ല. അടുത്തെന്താണ് പറഞ്ഞിരിക്കുന്നത്? പക, പിണക്കം,
ജാരശങ്ക, ക്രോധം, ശാഠ്യം, ഭിന്നത, അസൂയ. ഈ ലിസ്റ്റിൽ പറയുന്ന എല്ലാ കാര്യവും ഉള്ളിൽ വെച്ചുകൊണ്ട് മാന്യനായിട്ട് നടന്ന ഒരു കപടഭക്തനായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഇവന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പ്രൊവോക്കേറ്റീവ് സാഹചര്യം വന്നിട്ടുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവൻ പ്രൈഡായിരുന്നു. ഏറ്റവും വലിയ പാപങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം വെറുക്കുന്ന എല്ലാ പാപങ്ങളും ഉള്ളിൽ വെച്ചുകൊണ്ട് പുറമെ മാന്യനായിട്ട് നടന്നു. അവൻ്റെ പകയുണ്ടായിരുന്നു, പിണക്കമുണ്ടായിരുന്നു, ജാരശങ്ക ഉണ്ടായിരുന്നു. ഒരിക്കലും അവൻ ദുർനടപ്പുകാരനാണെന്ന് പറയുന്നുണ്ട്. മകനെ പറ്റി പറയുന്നുണ്ട്. ക്രോധമുണ്ടായിരുന്നു, ശാഠ്യമുണ്ടായിരുന്നു, ഭിന്നപക്ഷം ഉണ്ടായിരുന്നു, ഭിന്നത ഉണ്ടായിരുന്നു, അസൂയ ഉണ്ടായിരുന്നു. പക്ഷെ മദ്യപാനവും വെറുപ്പില്ല. എന്നാൽ ഇതിന്റെ ഇടയ്ക്കാണ് ഈ കാര്യങ്ങൾ നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന കോപം, നിഗളം, ക്രോധം, ശാഠ്യം ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്ന ഈ മകന്റെ സ്വഭാവം യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇവന് അപ്പൻ്റെ അടുത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് യാതൊരു തരത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡും ഇല്ല, ഒരു നന്ദിയുമില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ പറയാണ്, നമുക്ക് പലപ്പോഴും വായിച്ചതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ കോപിച്ചു, അകത്ത് കിടക്കാൻ മനസ്സില്ലാതെ പുറത്തു നിന്ന് വന്നു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ അപ്പൻ വീണ്ടും ആദ്യത്തെ മകനെ സ്വീകരിക്കാൻ ഇറങ്ങി വന്നതുപോലെ രണ്ടാമത്തെ മകനെ സ്വീകരിക്കാൻ ഇറങ്ങുകയാണ്. അതായത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പരീശന്മാരും ചുങ്കക്കാരും പാപികളും തമ്മിൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെയാണ്. പക്ഷെ ഇവരുടെ ഭാഗത്തു നിന്നാണ് റെസ്പോൺസിൽ വ്യത്യാസമുള്ളത്. കർത്താവ് രണ്ടുപേരെ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടർക്ക് പുറത്ത് തന്നെ നിൽക്കാനായിട്ട് താല്പര്യം. ഇവന് വേണ്ടിയിട്ട് ഈ പിതാവ് പുറത്തു വരികയാണ്. അവൻ വന്ന് അകത്ത് കിടക്കാൻ മനസ്സിലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവൻ്റെ അടുത്ത് അപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനോട് അപ്പൻ്റെ അടുത്ത് പറയാണ്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പനയൊന്നും ഞാൻ ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളോട് ആനന്ദിക്കേണ്ടത് നീ എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്നു കളഞ്ഞ നിന്റെ ഈ മകൻ വന്നപ്പോഴോ തടിച്ച കാളക്കുട്ടി അവന് വേണ്ടി അർത്ഥം. നമ്മൾ ഈ തടിച്ച എന്നുള്ളത് ട്രാൻസ്ലേഷൻ ചെയ്യാം. തടിപ്പിച്ച കാളക്കുട്ടി അവന് വേണ്ടി അർത്ഥം. ഇവൻ പറയാണ്, ഇവൻ ആക്ച്വലി ഹി വാസ് എ സ്ലേവ്. രണ്ടുപേരും അടിമകളായിരുന്നു. ആദ്യത്തെ മകനും അടിമയായിരുന്നു, രണ്ടാമത്തെ മകനും. എന്തടിമ? ആദ്യത്തെ മകൻ പാപത്തിന്റെ അടിമയായിരുന്നു. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇറങ്ങിപ്പോയി. അവൻ പാപത്തിൽ വീണു. പാപത്തിന്റെ അടിമത്തത്തിൽ അതിന്റെ അങ്ങേ അറ്റത്ത് വരെ എത്തിച്ചേർന്നു. അവിടെ വെച്ച് അവൻ മാനസാന്തരപ്പെട്ട് അവൻ തിരിച്ചു വന്നു. രണ്ടാമത്തവൻ വീട്ടിനകത്തായിട്ടും അവൻ അടിമയാണ്. രണ്ടു തരത്തിലുള്ള അടിമത്തത്തെ പറ്റി ക്ലിയറായിട്ട് ദൈവനെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് പാപത്തിന്റെ അടിമത്തമാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 8:32 യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാകും. ഹിസ് എ സ്ലേവ് ടു സിൻ. സിന്നിന് ഒരു പ്രത്യേകതയുണ്ട്, സിൻ വിൽ ടൈ യു. അതാണ് ഇവിടെ മകന്റെ കാര്യത്തിൽ കാണുന്നത്. അവൻ പാപത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. അത് നമ്മളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. സിൻ ഒരിക്കലും നമുക്ക് എൻജോയ്മെന്റ് തരത്തില്ല. ദൈവത്തിന്റെ സംഗതിയിലുള്ള എൻജോയ്മെന്റ് ഒരിക്കലും പാപത്തിൽ നിന്ന് കിട്ടത്തില്ല. അത് പാപത്തിന്റെ അടിമത്തമാണ്. പക്ഷെ ഇവൻ ന്യായപ്രമാണത്തിന്റെ അടിമയാണ്. അതുകൊണ്ടാണ് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഇനി മുതൽ നീ ദാസനല്ല പുത്രൻ അത്ര എന്ന് പറയുന്നിടത്ത് ഇവൻ വീട്ടിനകത്തുള്ള സ്ലേവാണ്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഇതാ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. നമ്മൾ പാപത്തിൽ നിന്ന് ചിലപ്പോൾ സ്വാതന്ത്ര്യം പ്രാപിച്ചേക്കും. രക്ഷിക്കപ്പെട്ടവരെല്ലാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ റിയലായിട്ടുള്ള സ്നേഹവും ദൈവത്തിന്റെ സന്നിധിയിലെ ജോയും എൻജോയ് ചെയ്യാൻ കഴിയാതിരിക്കുന്നത് നമ്മൾ വേറൊരു സ്ലേവറുടെ അടിയിലാണ്. ഇവനൊരു അടിമയുടെ വർത്താനമാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ പറയുകയാണ്, ഇത്ര കാലവും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ കൽപ്പന ഒന്നും ഞാൻ ലംഘിച്ചിട്ടില്ല. എന്നിട്ട് പറയുകയാണ്, ഇതൊരു കൽപ്പനയാണ്, ഇവനിതൊരു ബർഡനാണ്. എന്നിട്ട് പറയുകയാണ്, ഇവനൊരു യാതൊരു എൻജോയ്മെന്റും ഇല്ല. ഇവന് ഒരിക്കൽ പോലും ഇവന്റെ വീട്ടപ്പന്റെ ഭവനത്തിലുള്ള ഒന്നും എൻജോയ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മറ്റവൻ പുറത്തുപോയി നശിപ്പിച്ചിട്ട് വന്നിട്ട് ഇവൻ പെട്ടെന്ന് എൻജോയ്. ഞാൻ പറയട്ടെ, ഇത് നമ്മൾക്ക് സ്വയം ചോദിച്ചു നോക്കേണ്ട കാര്യമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമുക്കൊരു സഹോദരന്റെ നമ്മളുടെ റിയൽ സ്പിരിച്വാലിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു സഹോദരന് വിഷമം ഉണ്ടാകുമ്പോൾ ആ വിഷമം നമ്മൾ ഷെയർ ചെയ്യുമ്പോഴല്ല. ഒരു സഹോദരന് ഉയർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് റിയൽ ടെസ്റ്റ്. അതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെട്ടത്. അതും നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ ഔട്ട്കാസ്റ്റ് ആണ് കാണുന്ന ചില വ്യക്തികൾക്ക്. അവർ മാനസാന്തരപ്പെട്ടു വരുമ്പോൾ കർത്താവ് ഇവരടുത്ത് പറയുന്ന, പരീശന്മാരടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇവരുടെ കൂട്ട് എൻജോയ് ചെയ്യുകയാണ്. ഇവർ നഷ്ടപ്പെട്ടവരായിരുന്നു, ഇവർ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇതാണ് മൂന്നിടത്തും പറഞ്ഞിരിക്കുന്നത്. They were lost and they were found. അവൻ മരിച്ചവനായിരുന്നു, അവൻ മടങ്ങി വന്നു.
എനിക്ക് ഉണ്ടാകുന്ന ഈ സന്തോഷം നിനക്ക് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല മകനെ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഒരു ശരിക്കുമുള്ള ഫാരസീസം, ശരിക്കുമുള്ള ലീഗലിസം യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത് വേറൊരുത്തന് കിട്ടുന്ന വേറൊരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നമ്മളെക്കാൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നമ്മളെക്കാൾ കൂടുതൽ ബ്ലെസ്ഡ് ആകുമ്പോൾ, നമ്മളെക്കാൾ കൂടുതൽ അംഗീകരിക്കപ്പെടുമ്പോൾ നമുക്ക് മുറുമുറുപ്പുണ്ടാകുന്നു എന്നുള്ളതല്ല, സന്തോഷിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ മൂന്നിടത്തോളം പറഞ്ഞിരിക്കുന്നത് അവിടെ എൻജോയ്മെന്റ് ഇവൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയുന്നതേ ഇല്ല. അവൻ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരടുത്ത് പറയുകയാണ്, മകനെ നീ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്നുള്ളൂ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഇവൻ പറഞ്ഞിരിക്കുന്നത് ഈ നിന്റെ മകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരപ്പം പറയാണ്, ഇവൻ നിന്റെ സഹോദരൻ, അവൻ മരിച്ചവനാണ്, അവനെ കണ്ടുകിട്ടിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. But we had to celebrate and rejoice, for this brother of yours is dead and has begun to live, and he was lost and being found. ഇവിടെ വെച്ച് കഥ കർത്താവ് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ തുടർച്ച എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല, അല്ലേ? എന്തായിരിക്കും ഇതിന്റെ തുടർച്ച? എന്തായിരിക്കാം? നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാനായിട്ട് പറയാം. ഈ മകൻ, ആദ്യത്തെ മകൻ ആ വീട്ടിൽ തുറന്നിട്ടുണ്ടാവുമോ, അതോ വീണ്ടും ഇറങ്ങിപ്പോയി കാണുമോ? എന്താണ് തോന്നിയതാണ്? കാണുമെന്ന് നമുക്ക് ഏകദേശം. മൂത്ത മകൻ തിരിച്ചു കയറി കാണും, കാണത്തില്ലേ? എന്താ? അതെ, അവൻ തിരിച്ചു കയറി കൂടെ. പരീക്ഷന് മനസ്സാന്തരപ്പെട്ടൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ കയറി കാണുമോ ഇല്ലേ? നമുക്കത് ആരടുത്താണ് കർത്താവ് ഇത് പറയുന്നത്? പരീശന്മാരടുത്താണ് പറയുന്നത്. പരീശന്മാർക്ക് അറിയാം ഈ സ്റ്റിങ് കൃത്യമായിട്ട് അവർക്ക് കൊള്ളുന്നുണ്ട്. അവർക്ക് മനസ്സിലായി ഇത് ഇവരെ പറ്റി തന്നെയാണ് പറയുന്നത്. കർത്താവ് ഇതിനു മുമ്പ് 2 മക്കളുടെ ഉപമ പരീശന്മാരെ തന്നെ പറഞ്ഞു. അറിയാമോ അത് ഏത് ഉപമയാണെന്ന്? 2 സെൻസിന്റെ ഉപമ പറഞ്ഞു. എവിടെയാണെന്ന് അറിയാമോ? മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ 2 പുത്രന്മാരുടെ ഉപമ പറയുന്നത്. നിങ്ങൾ മുഴുവൻ വായിക്കണമെന്നില്ല. ആ ഉപമയും പരീശന്മാരത്താണ് പറഞ്ഞത്. അവിടെ പറയാണ്, അതിന്റെ അവസാന കർത്താവ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ നീതിമാർഗ്ഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചിട്ട് അവന് അത് കണ്ടിട്ടും അവനെ വിശ്വസിക്കാൻ തക്കവണ്ണം നിങ്ങൾ പിന്നത്തേതിൽ അനുദപിച്ചില്ല എന്ന് പറയാണ്. ഇത് ആദ്യത്തെ മകൻ തിരിച്ചു വന്നത് കണ്ടിട്ടും, ഇത് പരീശന്മാരത്താണ് പറഞ്ഞത്, നിങ്ങൾ അനുദപിച്ച. ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ കർത്താവ്. ഈ ഉമ്മയുടെ അവസാനം കർത്താവ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇത് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? പരീശന്മാർക്കും ശാസ്ത്രന്മാർക്കും മനസ്സിലായി ഇവരിത് പറയുന്നത് ഞങ്ങളെപ്പറ്റി തന്നെയാണ് പറയുന്നത് മനസ്സിലായി. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ മാനസാന്തരപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനെ പിടിക്കുവാൻ അവനെ അന്വേഷിച്ചു. ഇവിടെ പറയാം, അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരെയും പരീശന്മാരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്നറിഞ്ഞ് അവനെ പിടിക്കുവാൻ അന്വേഷിച്ചു. ശരിക്കും ഈ കഥ പൂർത്തീകരിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ മൂത്ത മകൻ അപ്പനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതാണ് അങ്ങനെയാണ് കഥ തീരുന്നത്. ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒരിക്കലും മാനസാന്തരപ്പെടുത്തില്ല. മാനസാന്തരപ്പെട്ട് കൂടാന്നല്ല ഞാൻ പറയുന്നത്, മാനസാന്തരപ്പെട്ട പരീശനാണ് പൗലോസ്. പക്ഷേ ഈ അഡമന്റ് നേച്ചർ കൊണ്ട് ഇവർക്ക് മാനസാന്തരപ്പെടാൻ കഴിയുന്നില്ല. ദേ കണ്ടിന്യൂഡ് ലൈക്ക് ദാറ്റ്. അവരവസാനം നശിച്ചു പോവുകയാണ്. ഞാൻ പറയുന്നത്, നമ്മൾക്ക് പലപ്പോഴും നമ്മൾക്കിതിൽ ആരുടെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കൂടുതൽ കഴിയുന്നത് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ഞാൻ ചിന്തിക്കുന്നത് പലപ്പോഴും നമുക്ക് ആ ഇളയ മകൻ്റെ അവസ്ഥയിലേക്ക് ആയിരിക്കത്തില്ല, മൂത്ത മകൻ്റെ അവസ്ഥയിലാവാനാണ് മിക്കവാറും നമ്മളുടെ എല്ലാവരുടെയും ഒരു സാധ്യത. നമ്മുടെ പല രീതിയിലുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട്, നമ്മളുടെ ലൈഫ് കൊണ്ട് നമുക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡിലൂടെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊരു മാനസാന്തരം ആവശ്യമുള്ള കാര്യമാണെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് ഈ ഭൂമിയിൽ കൂടി കർത്താവ് പറഞ്ഞ് നിർത്തുകയാണ്, നിങ്ങൾക്കിത് പൂരിപ്പിക്കാം. നിങ്ങൾക്ക് ഏത് മാനസാന്തരപ്പെട്ട് അപ്പൻ്റെ വീടിനകത്തേക്ക് കടന്നു വരാം, ഇല്ലെങ്കിൽ പുറത്ത് തന്നെ നിൽക്കാം. ഞാനൊരു ചില സംഭവങ്ങൾ കൂടി പറഞ്ഞിട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു നടന്ന സംഭവമാണ്.
നിങ്ങൾക്കറിയാമെന്ന് അറിയത്തില്ല, നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന വ്യക്തിയിലാണ് എങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂരത ചെയ്തിട്ടുള്ള ഒരു കൂട്ടരാണ് നാസിസ്. ഹിറ്റ്ലറും ഹിറ്റ്ലറിൻ്റെ ബാക്കിയുള്ള കൂട്ടാളികൾ 60 ലക്ഷം യഹൂദന്മാരെ അവർ കൊന്നു, അനേക ആൾക്കാരെ കൊന്ന വ്യക്തികളാണ്. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യായിരുന്നു. ഹിറ്റ്ലറും ഹിറ്റ്ലറിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കല്യാണം കഴിച്ച ഇവാ ബ്രൗണും രണ്ടുപേരും ആത്മഹത്യ ചെയ്തു. ഹിറ്റ്ലറിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ജോസഫ് ഗീബൽസും അദ്ദേഹത്തിന് 6 മക്കളെയും വിഷം കൊടുത്തിട്ട് അദ്ദേഹവും ഹിറ്റ്ലറിനോട് മരിക്കുക. ഹെയ്റ്റ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ മരിക്കുന്നത്. എന്നാൽ ഹിറ്റ്ലറിൻ്റെ ഏറ്റവും അടുത്ത ചില അനുയായികളുണ്ട്. അവർ കീഴടങ്ങി. അവർ ബാക്കിയുള്ള ജർമ്മൻസിൻ്റെ അല്ലെങ്കിൽ റഷ്യക്കാരുടെ അടുത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് അവർ കീഴടങ്ങി. അന്നേരം അവരുടെ ചില പേരുകൾ, ഈ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മ ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ ഇത് നിങ്ങൾക്കൊരു ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ ഈ പേരുകൾ വളരെ പ്രശസ്തമാണ്. ഒന്ന് ഗോറിങ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഗോറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ ഏറ്റവും വലിയ അനുയായിയാണ്. വേറൊരു വ്യക്തി റിവൻട്രോപ്പ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കമാൻഡറായിരുന്നു. അന്നേരം അതേപോലെ തന്നെ റെയ്ഡ്, ഗ്രേറ്റൽ, ഇങ്ങനെ പല വ്യക്തികളുണ്ട്. ഇവരെല്ലാം ഹിറ്റ്ലറിൻ്റെ എല്ലാ ക്രൂരതകൾക്കും മനഃപൂർവ്വമായിട്ട് കൂട്ടുനിന്ന വ്യക്തികളായിരുന്നു. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇവരെല്ലാവരും തന്നെ ക്രിസ്ത്യാനികളുമായിരുന്നു. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവർ. അല്ലാതെ മാത്രമല്ല, ഇവരിൽ ബഹുഭൂരിപക്ഷവും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളുമായിരുന്നു, ലൂതറൻ വിശ്വാസികളുമായിരുന്നു. ഇങ്ങനത്തെ വ്യക്തികളായിരുന്നു ഇവർ മിക്കവരും. വളരെ കുറച്ച് പേരെ കാത്തലിക്കാണ്. ഹിറ്റ്ലർ കാത്തലിക്കായിരുന്നു. ഈ പറഞ്ഞ കെയ്റ്റ്ലർ ആയിക്കോട്ടെ, റിവൻട്രോപ്പ് ആയിക്കോട്ടെ, ഈ പറഞ്ഞിരിക്കുന്ന ഗോറിങ് ആട്ടെ, ഇവരെല്ലാം ലൂതറൻ ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് വധശിക്ഷ വിധിച്ചു. വധശിക്ഷ വിധിച്ചതിന് ശേഷം ഇവരുടെ അടുത്ത് അവസാനമായി സുവിശേഷം പറയാനായിട്ട് ഒരു ലൂതറൻ പാസ്റ്ററിനെ ഇവരയക്കുന്നുണ്ട്. ജർമ്മൻ ഭരണകൂടം, അന്നത്തെ ജർമ്മൻ പൗരൻ അവരോട് പറയുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് മാനസാന്തരപ്പെടാൻ ചാൻസിന് വേണ്ടിയിട്ട്. ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സെലക്ട് ചെയ്ത ആ ലൂതറൻ പാസ്റ്റർ അല്ലെങ്കിൽ ചാപ്ലിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 3 മക്കളെ ഇവർ കൊന്നവരാണ്. ഹിറ്റ്ലറിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന അനുയായികൾ കൊന്നവരാണ്. ഇയാളുടെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്, പോയി ഇവരുടെ അടുത്ത് സുവിശേഷം പറഞ്ഞവരെ മാനസാന്തരപ്പെടുക. ഇദ്ദേഹത്തിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇദ്ദേഹം പറയാണ്, ഇവർക്ക് ഈ ലോകത്തിൽ വെച്ച് മരിച്ചിട്ട് ഇവർ സ്വർഗത്തിൽ ചെന്നിട്ട് ഞാൻ അവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും സ്വർഗമായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തില്ല, ഞാൻ പോകത്തില്ല. അന്ന് രാത്രിയിൽ ഇദ്ദേഹം പ്രാർത്ഥിക്കുമ്പം ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു, അവർ നഷ്ടപ്പെട്ടവരാണ്, ഞാൻ അവരെ സ്നേഹിക്കുന്നു, നിനക്ക് എന്നെപ്പോലെ അവരെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ല. അവരുടെ മാനസാന്തരത്തിൽ നിനക്ക് യഥാർത്ഥത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ മൂത്തപുത്രൻ്റെ അവസ്ഥയിലാണ് നിന്റെ അവസ്ഥ. നീ എനിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പാസ്റ്ററാണ് അദ്ദേഹം. അന്ന് രാത്രി മാനസാന്തരപ്പെട്ടു. ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു ലെറ്റർ അദ്ദേഹം എഴുതി, ഇദ്ദേഹത്തിന് അനുഭവം. അത് വളരെ ഒരു നീണ്ട ലെറ്ററാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല. ഓരോരുത്തരായിട്ട് മാനസാന്തരപ്പെട്ടു. ഓരോരുത്തരായി ആ ചുങ്കക്കാരൻ്റെ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന അവർ ഏറ്റുപറഞ്ഞു. കർത്താവേ, പാപിയായ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഒരാൾ മാത്രം മാനസാന്തരപ്പെട്ടില്ല, അത് ഗോറിങ്ങാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുകയുമില്ല, ഞാൻ മാനസാന്തരപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത് മാനസാന്തരപ്പെടാനായിട്ട്. അദ്ദേഹം മാനസാന്തരപ്പെടില്ല. അദ്ദേഹം വിഷം കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ബാക്കിയുള്ളവരെല്ലാവരും അവരെല്ലാവരും തൂക്കിക്കൊന്നു. പക്ഷേ അവരെല്ലാവരും മാനസാന്തരപ്പെട്ടു. ഞാൻ പറഞ്ഞത് എത്രയ്ക്ക് ക്രൂരതയാണ് ഈ മനുഷ്യൻ്റെ അടുത്ത് ഇവർ ചെയ്തത്. എന്നാൽ ദൈവ വ്യക്തിയെടുത്ത് പറയാണ്, ഇവർ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് എൻ്റെ കൂട്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ശരിക്കും പരീക്ഷനാണ്. നീ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കെല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധ്യതയുള്ളത് ഈ മൂത്തപുത്രനോടാണ്. ഈ മൂത്തപുത്രനാണ് അവിടുത്തെ യഥാർത്ഥ കഥാപാത്രം, യഥാർത്ഥ കൾപ്രിറ്റ്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, എല്ലാം നന്നായിട്ട് ചെയ്യുന്ന, ഒരു കാര്യവും പുറത്ത് പാപം ചെയ്യാത്ത ആ വ്യക്തിയുടെ ഉള്ളിൽ മറ്റവൻ മാനസാന്തരപ്പെടുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. മാനസാന്തരപ്പെടുന്ന പോട്ടെ, അവൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. അവൻ പുറത്ത് തന്നെ നിൽക്കുക. നമുക്ക് ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ. ഇതിലേതാണ് നമ്മളുടെ അടിമത്തം എന്നുള്ളതും ഏതാണ് മാനസാന്തരപ്പെട്ട ഏരിയ ദൈവം നമുക്ക് മനസ്സിലാക്കും. നിങ്ങൾ സാക്ഷ്യങ്ങളെ പറയുന്നത്